നമസ്കാരം. ഇന്ന് കുറച്ചധികം ആളുകൾ വന്നു പറയുന്ന ഒരു പരാതിയാണ് യൂറിക് ആസിഡ്. എന്താണ് യൂറിക് ആസിഡ്? യൂറിക് ആസിഡ് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെയും നമ്മുടെ ശരീരത്തിലെ തന്നെ കോശങ്ങളിലുമുള്ള പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന പ്യൂരിൻ എന്ന് പറയുന്ന ഒരു സംയുക്തത്തിൻ്റെ ശരീരത്തിലെ രാസപ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നമാണ് യൂറിക് ആസിഡ്. പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുമ്പോഴാണ് ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ, പ്രത്യേകിച്ച് മാംസം, മത്സ്യം, മദ്യം, ബ്രെഡ് പോലെയുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നു. യൂറിക് ആസിഡിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ നമ്മുടെ ശരീരത്തിൻ്റെ സന്ധികളിൽ അടിഞ്ഞുകൂടുകയും അവിടെ നീർക്കെട്ടും അസഹനീയമായിട്ടുള്ള വേദനയും ഉണ്ടാക്കും. പ്രധാനമായും ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ ആദ്യം അടിഞ്ഞുകൂടുന്നത് കാലിലെ പെരുവിരലിലെ സന്ധിയിലാണ്. ഈ കാലിലെ പെരുവിരലിലെ സന്ധിയിലെ വേദന 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ആദ്യം പെരുവിരലിലെ സന്ധിയിലാണെങ്കിലും പിന്നീട് അത് കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്കും കൈവിരലുകളുടെ സന്ധികളിലേക്കും ഒക്കെ വ്യാപിക്കാം. യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണശീലം എന്താണ്? യൂറിക് ആസിഡ് പ്രധാനമായും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മുടെ മാംസാഹാരത്തിൽ നിന്നാണ്. അതിൽ തന്നെ പ്രധാനമായും അവയവമാംസങ്ങളാണ്. അവയവമാംസങ്ങൾ എന്ന് പറയുമ്പം കരൾ, ബോട്ടി, തലച്ചോറ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥമാക്കാറുണ്ട്. ഇതിലാണ് കൂടുതൽ പ്യൂരിൻ്റെ അംശമുള്ളത്. ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ യൂറിക് ആസിഡുള്ള ആളുകൾ ഒരു കാരണവശാലും കഴിക്കാനായിട്ട് പാടില്ല. പ്രോസസ്ഡ് മീറ്റ് രുചി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ സമയം നിൽക്കുന്നതിനുമൊക്കെ ചേർക്കുന്ന പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. മത്സ്യവിഭാഗത്തിൽ അയല, മത്തി, കടുക്ക, കൂന്തൽ, ചെമ്മീൻ പോലെയുള്ള മത്സ്യങ്ങൾ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്നതാണ്. മുരിങ്ങയില യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത് 70% മൂത്രത്തിലൂടെയാണ്, 30% മലത്തിലൂടെയും. സോ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കുക. മൂത്രത്തിൻ്റെ കളർ എപ്പോഴും ജലത്തിൻ്റെ കളർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമിതമായിട്ടുള്ള വ്യായാമം അമിതമായിട്ടുള്ള ശരീരകോശങ്ങൾ നശിക്കുന്നതിന് കാരണമാവുകയും അത് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുക. സോ കൃത്യമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം വഴി. അതുപോലെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറക്കണം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമിതവണ്ണം കുറക്കുന്നതിന് വേണ്ടി പട്ടിണി കിടന്നാൽ യൂറിക് ആസിഡ് വർദ്ധിക്കുകയാണ് ചെയ്യുക. കൃത്യമായ ഡയറ്റിങ്ങിലൂടെ അമിതവണ്ണം കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. മധുരം കൺട്രോൾ ചെയ്യുകയും കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ശരീരഭാരം കുറക്കാനായിട്ട് കഴിയും. ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും യൂറിക് ആസിഡ് കാണാം. ഉദാഹരണത്തിന് പൊണ്ണത്തടിയുള്ള ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാം. ഹൃദ്രോഗത്തിൻ്റെയൊക്കെ ഭാഗമായി ഡയൂററ്റിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലും യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 60% മുതൽ 70% വരുന്ന രക്താർബുദമുള്ള രോഗികളിലും യൂറിക് ആസിഡ് ഉണ്ടാകാം. ദീർഘകാല വൃക്കരോഗങ്ങൾ, വൃക്കസ്തംഭനമുള്ള രോഗികളിൽ യൂറിക് ആസിഡ് ഉണ്ടാകും. 70% വരുന്ന സോറിയാസിസ് രോഗികളിലും യൂറിക് ആസിഡ് കാണാം. തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയോ പാരാതൈറോയിഡിൻ്റെ പ്രവർത്തനം അമിതമാവുകയുള്ള രോഗികളിലൊക്കെ യൂറിക് ആസിഡ് കണ്ടുവരാം. യൂറിക് ആസിഡ് ഉള്ള രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. യൂറിക് ആസിഡ് ഉള്ള രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മൾ പറഞ്ഞതുപോലെ 2 ലിറ്ററിൽ കുറയാത്ത വെള്ളം ദിവസേന കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ തന്നെ കൂടുതലായി നാരടങ്ങിയ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൈനാപ്പിൾ കഴിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്.
യൂറിക് ആസിഡ് ഉള്ള രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: ഒരു കാരണവശാലും പെട്ടെന്ന് തടി കുറക്കാൻ വേണ്ടി പട്ടിണി കിടക്കുകയോ അമിത വ്യായാമം ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ കൃത്യമായ ജീവിതശൈലി ക്രമീകരണം കൊണ്ടും മരുന്നുകളെ കൊണ്ടും നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് യൂറിക് ആസിഡ്. താങ്ക് യു.